ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. കൃഷ്ണാസ് സ്റ്റോറി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹാശിസുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് മറ്റൊരു കഥയുമായിട്ടാണ് വന്നിരിക്കുന്നത്. പൂന്താനത്തെ രക്ഷിച്ച ഗുരുവായൂരപ്പൻ എന്ന കഥ കേൾക്കാം. പൂന്താനം ഇല്ലത്തു നിന്ന് ഗുരുവായൂർക്ക് തൊഴാൻ വരികയായിരുന്നു. സമയം സന്ധ്യ കഴിഞ്ഞ് കൂരിരുട്ടാണ്. ഒറ്റയ്ക്കാണ് യാത്ര. ഗുരുവായൂരപ്പൻ്റെ നാമങ്ങൾ ഗോവിന്ദ, ഹരേ കൃഷ്ണ എന്നിങ്ങനെ നിരന്തരം ജപിച്ചുകൊണ്ടാണ് നടക്കുന്നത്. കയ്യിൽ ഒരു ചെറിയ വിളക്കുണ്ട്. മറുകൈയിൽ ഒരു ഓലക്കുടയും. വാകച്ചാർത്ത് കണ്ടു തൊഴാൻ ഗുരുവായൂരെത്തണം. ഇനിയും ഏറെ ദൂരം നടക്കാനുണ്ട്. പൂന്താനം നടത്തത്തിൻ്റെ വേഗത കൂട്ടി. പാതിരാവോടടുത്ത സമയം. പൂന്താനം അപ്പോഴും നടക്കുകയാണ്. പെട്ടെന്ന് എവിടെ നിന്നോ കൊള്ളക്കാർ വന്നെത്തി പൂന്താനത്തെ വളഞ്ഞു. ഒരാൾ അദ്ദേഹത്തിൻ്റെ വിളക്ക് തട്ടിയെടുത്തു. മറ്റൊരാൾ ഓലക്കുടയും കൈക്കലാക്കി. മറ്റൊരാൾ പൂന്താനത്തെ ചുറ്റിപ്പിടിച്ച് ഒരു മരത്തോട് ചേർത്ത് നിർത്തി തിളക്കമുള്ള ഒരു കഠാര പൂന്താനത്തിൻ്റെ നേർക്ക് കാട്ടി. താൻ ഭക്തിപൂർവം ആരാധിക്കുന്ന ഗുരുവായൂരപ്പൻ ആപത്തിൽ നിന്ന് തന്നെ രക്ഷിക്കുമെന്ന് പൂന്താനത്തിന് വിശ്വാസമുണ്ടായിരുന്നു. എങ്കിലും തൻ്റെ ജീവിതം ഒടുങ്ങാറായതായി അദ്ദേഹത്തിന് തോന്നി. നാമം ജപത്തിൻ്റെ രീതി മാറി മാറി. മനസ്സിൽ ഉറപ്പോടെ ഗുരുവായൂരപ്പനെ ഉച്ചത്തിൽ വിളിച്ചു. കൊള്ളക്കാരിൽ ഒരുവൻ പരിഹാസഭാവത്തിൽ എന്തോ എന്ന് വിളി കേട്ടു. കോഴിക്കോട് സാമൂതിരിയുടെ മന്ത്രിയായിരുന്ന മങ്ങാട്ടച്ചൻ ആ സമയത്ത് കുതിരപ്പുറത്ത് കയറിയിരുന്ന് അവിടെ എത്തി. തുടർന്ന് കുറേ നേരം അവിടെ മങ്ങാട്ടച്ചനും കൊള്ളക്കാരും തമ്മിൽ വലിയ കോലാഹലമായിരുന്നു. ആക്രമണവും പ്രത്യാക്രമണവും മുറയ്ക്ക് നടന്നു. പൂന്താനം എല്ലാം കണ്ടുകൊണ്ട് മരപ്പാവ പോലെ സ്തംഭിച്ചു നിന്നു. ഗുരുവായൂരപ്പനെ തന്നെ നിരന്തരം വിളിച്ചുകൊണ്ട് അന്തം വിട്ടു നിന്ന പൂന്താനത്തെ ഒടുവിൽ മങ്ങാട്ടച്ചൻ തട്ടി വിളിച്ചു. പൂന്താനം ഗുരുവായൂർക്ക് പോവുകയാണെന്ന് അറിയിച്ചപ്പോൾ തനിക്ക് അങ്ങോട്ട് വരാൻ താല്പര്യമുണ്ടെന്നും രാജ്യകാര്യങ്ങളുടെ ചുമതലയുള്ളതിനാൽ ഉടനെ യാത്ര തിരിക്കാൻ നിവൃത്തിയില്ലെന്നും മങ്ങാട്ടച്ചൻ അറിയിച്ചു. കുറേ ദൂരം പൂന്താനത്തിനൊപ്പം നടന്നതിനു ശേഷം മങ്ങാട്ടച്ചൻ വിട പറയാനൊരുങ്ങി. പൂന്താനം പറഞ്ഞു, ഈ സമയത്ത് വന്ന് എൻ്റെ ജീവൻ രക്ഷിച്ചതിന് അങ്ങേക്ക് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹമുണ്ടാകും, തീർച്ച. പ്രത്യുപകാരം ചെയ്യാൻ എനിക്ക് കഴിവില്ല. ജീവൻ രക്ഷിച്ചല്ലോ. എൻ്റെ സന്തോഷസൂചകമായി ഈ മോതിരം അങ്ങ് സദയം സ്വീകരിക്കണം. പൂന്താനം തൻ്റെ വിരലിൽ കിടന്ന മോതിരം ഊരിയെടുത്ത് മങ്ങാട്ടച്ചൻ നീട്ടി. അത് സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. തൻ്റെ കർത്തവ്യം നിർവഹിച്ചതിന് സമ്മാനമൊന്നും വേണ്ടെന്ന് മങ്ങാട്ടച്ചൻ തീർത്തു പറഞ്ഞു. ഒടുവിൽ സ്നേഹം നിറഞ്ഞ ആ നിർബന്ധത്തിന് മുൻപിൽ മങ്ങാട്ടച്ചന് വഴങ്ങിക്കൊടുക്കേണ്ടി വന്നു. പൂന്താനത്തിൻ്റെ അനുമതിയോടെ അദ്ദേഹം കുതിരപ്പുറത്ത് കയറി യാത്രയായി. വെളുപ്പാൻ കാലത്ത് തന്നെ പൂന്താനം ഗുരുവായൂരെത്തി. കുളി കഴിഞ്ഞ് വന്ന് അദ്ദേഹം നിർമാല്യം തൊഴാൻ കാത്തുനിന്ന ഭക്തജനങ്ങൾക്കിടയിൽ കൂടി മണിയൊച്ച മുഴങ്ങി. അമ്പലനട തുറന്നു. ചന്ദനച്ചാർത്തണിഞ്ഞു നിൽക്കുന്ന ബാലഗോപാലൻ്റെ രൂപം കാണാറായി. രത്നകിരീടം ചാർത്തിയ ശിരസ്, മന്ദഹാസം പൊഴിക്കുന്ന മുഖം, മാറിൽ വനമാല, കയ്യിൽ ഒരു പൊന്നോടക്കുഴൽ, മഞ്ഞപ്പട്ടാട ചാർത്തി നിൽക്കുന്ന ബാലമുകുന്ദനെ കണ്ട് ഭക്തജനങ്ങൾ ഹരേ കൃഷ്ണ നാരായണ എന്നിങ്ങനെ വിളിച്ച് കൈകൂപ്പി വണങ്ങി. തലേന്നണിയിച്ചിരുന്ന മാലകൾ പൂജാരി എടുത്തു മാറ്റി. സ്വർണ്ണാഭരണങ്ങൾ ഇളക്കിയെടുത്ത് ഭദ്രമായി വെച്ചു. മഞ്ഞപ്പട്ട് അഴിച്ചെടുത്തു മാറ്റി. ചന്ദനച്ചാർത്ത് കുറേശ്ശെ ശ്രദ്ധയോടെ ഇളക്കിയെടുത്തു. പെട്ടെന്ന് പൂജാരി ശ്രീകോവിലിൽ നിന്ന് പുറത്തു വന്ന് ചോദിച്ചു, പൂന്താനം നമ്പൂതിരി ഇവിടെ ഉണ്ടോ? ഇത് കേട്ട് പൂന്താനം മുൻപിലെത്തി. പൂജാരി അല്പം ചന്ദനവും ഒരു മോതിരവും കൂടി പൂന്താനത്തിന് നൽകി. എന്നിട്ട് പറഞ്ഞു, രാത്രി
എനിക്ക് സ്വപ്നത്തിൽ ഗുരുവായൂരപ്പൻ്റെ ദർശനമുണ്ടായി. ഭഗവാൻ എന്നോട് അരുളി ചെയ്തത്, വിഗ്രഹത്തിൽ ഒരു മോതിരമുണ്ട്, അതെടുത്ത് പൂന്താനത്തിന് കൊടുക്കണം എന്ന്. സ്വപ്നമല്ലേ എന്ന് കരുതി ഞാൻ അത്ര കാര്യമാക്കിയില്ല. പക്ഷേ വിഗ്രഹത്തിൽ പുതിയ മോതിരം കണ്ടപ്പോൾ സ്വപ്നത്തിലെ നിർദ്ദേശം അനുസരിക്കേണ്ടതാണെന്ന് തോന്നി. എന്താ കഥ? പൂജാരി അന്വേഷിച്ചു. താൻ കഴിഞ്ഞ രാത്രിയിൽ മങ്ങാട്ടച്ഛന് സമ്മാനിച്ച മോതിരം മേൽശാന്തിയിൽ നിന്ന് കിട്ടിയപ്പോൾ പൂന്താനം അമ്പരന്നു. തലേ രാത്രിയിൽ മങ്ങാട്ടച്ഛനായി വന്നത് ശ്രീ ഗുരുവായൂരപ്പൻ തന്നെയായിരുന്നുവെന്ന് പൂന്താനത്തിന് മനസ്സിലായി. പൂജാരി ചോദിച്ചതിന് മറുപടിയായി നടന്ന സംഭവമെല്ലാം പൂന്താനം വിവരിച്ചു. അവിടെ കൂടി നിന്ന ഭക്തജനങ്ങൾ പൂന്താനത്തിൻ്റെ ഭാഗ്യത്തെ പ്രശംസിച്ചു. ആ കാരുണ്യവാരിധിയെ ഭഗവാന്റെ കൃപാകടാക്ഷം കാരുണ്യവാരിധിയായ ഭഗവാന്റെ കൃപാകടാക്ഷം നമുക്കേവർക്കും ലഭിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ കഥ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. താങ്ക് യു.